മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്. എം എന്ന പട്ടണത്തിലെ മേയറുടെ നിഴലുണ്ട് എന്നുള്ളത് സർവസമ്മതമാണ്. ആ മേയർ മദലിയനെപ്പോലെ കായബലമുള്ളവനും ഒരു കുറ്റകൃത്യം ചെയ്ത ശേഷം മേയർ പദവി ലഭിച്ചവനുമാണ്. ആവേർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് സീൽ നദിക്ക് മുകളിലുള്ള 2 പാലങ്ങളുടെ ഇടയിലാണ്. കാസ്റ്റർബ്രിഡ്ജിലെ വ്യത്യസ്ത വർഗ്ഗക്കാരായ 2 മിസറബിൾസിൻ്റെ, നോക്കണം, ഹ്യൂഗോവിൻ്റെ ആ മിസറബിൾസ് എന്നുള്ള വാക്ക് തന്നെയാണ് ഹാർഡി ഉപയോഗിക്കുന്നത് എന്ന്. 2 മിസറബിൾസിൻ്റെ 2 പാലങ്ങൾ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മദലിയൻ കൊസറ്റിനു വേണ്ടി ജീവിക്കുന്നു. അവൾ അദ്ദേഹത്തിൻ്റെ മകളല്ല, പക്ഷെ സർവസ്വവുമാണ്. അയാൾക്കുള്ളതെല്ലാം അയാൾ അവൾക്ക് കൊടുക്കുന്നു. എൻചാർഡ്, ഹാർഡിയുടെ നോവലിലെ നായകൻ, പാപ്പരായപ്പോൾ അയാൾക്കായി ആകെ അവശേഷിക്കുന്നത് ഒരിക്കൽ തൻ്റെ മകളെന്ന് അയാൾ കരുതിയ എലിസബത്ത് ജെയിൻ എന്ന പെൺകുട്ടി മാത്രമാണ്. 2 കഥയിലും വിവാഹശേഷം മേയർ ഒറ്റപ്പെടുന്നു. അയാൾ നവവധൂവരന്മാരിൽ നിന്ന് തൻ്റെ പഴയ കഥ മറച്ചു വയ്ക്കുന്നു. റാങ്വാൽ റാങ്കിനെ മറിയൂസ് അവഗണിക്കുന്നു. എലിസബത്ത് ജെയിൻ തൻ്റെ ഭർത്താവിനോട് എൻചാർഡിൻ്റെ അധകൃതനെ പോലെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് അയാളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. റാങ്ക് മരിക്കാൻ കിടക്കുമ്പോൾ നല്ലവളായ ആ ഒരു സ്ത്രീ മാത്രം അയാളെ സഹായിക്കാൻ എത്തുന്നു. ഏകാന്തമായ ഒരു കുടിലിൽ വിറ്റിലിൻ്റെ സേവനം മാത്രം ലഭിച്ച് എൻചാർഡ് മരിക്കുന്നു. എങ്കിലും ഇങ്ങനെയൊക്കെ സാമ്യങ്ങളുണ്ടെങ്കിലും ഹ്യൂഗോവിൻ്റെ കഥയിൽ റാങ്കിൻ്റെ അന്ത്യം ശുഭാപ്തി വിശ്വാസത്തോടും കൃതാർത്ഥതയോടും കൂടിയുള്ള അന്ത്യമാണ്. ടെസ് ഓഫ് ദ ഡ്യൂബർവിൽസ്, അതിൽ മെത്രാൻ്റെ പ്രതീകമാണ് എൽജൽ ക്ലെയറിൻ്റെ പിതാവായ വികാരി. അദ്ദേഹം ദുഷ്ടനായ അലക്സിനെ കൂടി മനസാന്തരപ്പെടുത്തുന്നു. ടെസ്സിന് ഫന്തീൻ്റെ പോലെ ഒരു അധപ്പതിച്ച മാലാഖയുടെ പരിവേഷവും എൽജൽ ക്ലെയറിന് മെരിയൂസിനെ പോലെ സംഘർഷാത്മകമായൊരു മനസ്സും നൽകിയിരിക്കുന്നു. വികാരിയുടെ മറ്റു 2 മക്കൾ പള്ളി നിയമം, പാണ്ഡിത്യം, അന്നന്നത്തെ സമൂഹാചാരം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന യാഥാസ്ഥിതികരാണ്. അവരുടെ പള്ളിയെയും ആചാരത്തെയും എതിർക്കുന്ന എൽജൽ ക്ലെയർ തൻ്റെ പിതാവിലുള്ള ഈശ്വരത്വത്തോട് അറിയാതെ എതിർത്തു പോകുന്നു. അതുപോലെ ടെസ്സിലുള്ള ഈശ്വരത്വത്തെ നിഷേധിക്കുമ്പോൾ താൻ ചെയ്യുന്നത് തൻ്റെ ജ്യേഷ്ഠന്മാരെപ്പോലെ സമൂഹത്തിൻ്റെ വിശ്വാസത്തെയും ആചാരത്തെയും അതേപടി പകർത്തുകയാണെന്ന് അയാൾ അറിയുന്നുമില്ല. ടെസ് ക്രിസ്തുവിനെയും മനുഷ്യനിലെ ഈശ്വരത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, എന്നിട്ടും ആ സ്നേഹത്തെ സമൂഹം തെറ്റിദ്ധരിക്കുന്നു. ഹ്യൂഗോവിൻ്റെ നോവൽ വായിച്ച ശേഷമാണ് ഹാർഡിയുടെ നോവലുകളിൽ അതുവരെ ദൃശ്യമാകാതിരുന്ന ഒരു മാനസിക പക്വത ദൃശ്യമാവാൻ തുടങ്ങിയത് എന്ന് നിരൂപകന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ എത്രത്തോളം ഹാർഡിയെ ഹ്യൂഗോ സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളാണിതൊക്കെ. 1919-20 വർഷങ്ങളിലാണ് നാലപ്പാടൻ പാവങ്ങൾ തർജ്ജമ ചെയ്യാൻ ആരംഭിക്കുന്നത്. ഹ്യൂഗോവിൻ്റെ നോവൽ അദ്ദേഹത്തിൽ ആദ്യമേ ഉണ്ടായിരുന്ന പാരമ്പര്യ നിരാസക്കാരനായിരുന്ന യുവകവിയെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. രാവേറിൻ്റെ ശുദ്ധമായ ആ നിഷ്കാമകർമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മാർത്ഥത തിന്മയിൽ പോലും നന്മയുണ്ടെന്നറിയാൻ ആ യുവാവിനെ സഹായിച്ചിരുന്നു. സമൂഹത്തിൻ്റെ തിന്മകൾക്ക് മുഴുവൻ മാപ്പ് കൊടുക്കാനാവുന്ന ഒരു മഹാമനസ്സായി ആ മെത്രാനെയോ അല്ലെങ്കിൽ അങ്ങനെയോ ഒക്കെ പോലെ നാലപ്പാടൻ വളർന്നു എന്നുള്ളതാണ് ഹ്യൂഗോവിൻ്റെ നോവൽ എൻ്റെ ഒരു പ്രത്യേകത. വള്ളത്തോൾ മഹാകവിയുടെ കൂടെയുള്ള സഞ്ചാരവേളകളിലും സൗഹൃദ സംഭാഷണ വേളകളിലും താൻ വായിച്ച ഈ മഹത് ഗ്രന്ഥത്തെക്കുറിച്ച് നാലപ്പാടൻ സ്വതസിദ്ധമായ നർമ്മത്തോടു കൂടിയ ആ ശൈലിയിൽ, ഫിലോസഫിയും നർമ്മവും കൂടെ കൂടിയ നല്ലൊരു ശൈലിയാണ്, ആ ശൈലിയിൽ സംസാരിച്ചു. അതുവരെ സമൂഹത്തിൻ്റെ പതിവ് പരിപാടിയായിരുന്ന കവിതാ നിർമ്മാണം എന്ന ലക്ഷ്യരഹിതമായ ഒരു കർമ്മം നിർവഹിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്ന വള്ളത്തോൾ ഉറങ്ങിക്കിടന്നിരുന്ന നിസ്തുല പ്രതിഭയ്ക്ക് തൻ്റെ സുഹൃത്തിൻ്റെ സംഭാഷണങ്ങളിലൂടെ വെളിപ്പെട്ട ഹ്യൂഗോവിൻ്റെ മഹാപ്രപഞ്ചം ഒരു ഉണർത്തുപാട്ടായി. ആ ഹ്യൂഗോവിൻ്റെ പ്രപഞ്ചം വള്ളത്തോളിനെ കൂടി വേറെ വിധത്തിൽ ചിന്തിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അത് മുഴുവൻ വായിക്കണമെന്ന് മോഹമുണ്ടായി. നാലപ്പാടിനും അത് തർജ്ജമ ചെയ്യണമെന്ന മോഹം ആ ഗ്രന്ഥം വായിച്ചപ്പോൾ തന്നെ ഉദിച്ചിരുന്നു. എന്നാൽ ദരിദ്രനാരായണനായ തനിക്ക് ഈ മഹത് ഗ്രന്ഥം തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കാനുള്ള ചെലവ് വഹിക്കാനാവുമോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് ഞങ്ങളെപ്പോലുള്ള ദരിദ്രനാരായണന്മാർക്കൊക്കെ ഉള്ള സംശയം. വലിയ വലിയ പുസ്തകങ്ങളൊക്കെ എഴുതും, പക്ഷെ അത് പ്രസിദ്ധീകരിക്കാനുള്ള കാശുണ്ടാവില്ല. ഭാഗ്യത്തിൽ നല്ല പ്രസിദ്ധീകരണശാലക്കാർ പണമൊന്നും വാങ്ങാതെ നമ്മുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് പ്രസിദ്ധീകരിച്ച് തന്നാൽ നല്ലത്. ഇപ്പോൾ എനിക്കൊക്കെ DC ബുക്സാണ് എന്നെ, ഓഫ് കോഴ്സ് ആ ജ്യോതിഷ പുസ്തകം വേറെ പ്രസാദകരാണ്, പക്ഷേ ഫിലോസഫി ബുക്സ് എനിക്ക് ശരിക്കും DC ബുക്സാണ് അത് ചെയ്തു തന്നത്. 10 പൈസ വാങ്ങാതെ ചെയ്തു തന്നത്. അങ്ങനെ ചെയ്താലേ അതൊക്കെ പുറത്ത് വരുള്ളൂ, അല്ലാണ്ട് ഇത്രയും വലിയ പണം കൊടുത്ത് ചെയ്യാനുള്ളതൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. ഈ സംശയം നാലപ്പാടിന് പാവങ്ങൾ കാലത്തും ഉണ്ടായിരുന്നു.
ഈ വിഷമം പരിഹരിക്കാം എന്ന് വള്ളത്തോൾ ഉറപ്പ് കൊടുത്തു. അപ്പോൾ സ്ഥിരോത്സാഹിയും പരിശ്രമശാലിയുമായ നാലപ്പാടൻ പാവങ്ങൾ തർജ്ജമ ചെയ്യാൻ ആരംഭിച്ചു. 1920 ആരംഭിച്ചു. 25 അതിൻ്റെ ഫസ്റ്റ് വോളിയം പുറത്തു വന്നു. വള്ളത്തോളും വാക്ക് പാലിച്ചു. അദ്ദേഹം ഓരോ പദവും ഓരോ വാചകവും ആസ്വദിച്ചു വായിച്ചു. അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാൽപ്പനിക മനസ്സിന് വലിയൊരു ഉന്മേഷം അത് വളർന്നു. ഹ്യൂഗോവിൻ്റെ കാൽപ്പനികതയിൽ നിന്ന് മലയാളത്തിന് ശബ്ദസുന്ദരനായ ഒരു മഹാകവിയെ വള്ളത്തോളിനെ തന്നെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ കാൽപ്പനികത, നാലപ്പാടിൻ്റെ കാൽപ്പനികത എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നാലപ്പാടനിലൂടെ ഹ്യൂഗോവിൻ്റെ കാൽപ്പനികത പൂർണ്ണമായിട്ട് പകർന്നു കിട്ടിയപ്പോൾ ആ ശബ്ദസുന്ദരനായ കവിയിൽ നിന്ന് വന്ന കവിതകൾ എന്താ മനോഹരം. വള്ളത്തോളിൻ്റെ കവിത വായിക്കാത്ത ഒരു കുട്ടി മലയാള സാഹിത്യത്തിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതമൃതി അത് അത്രയ്ക്ക് മനോഹരമാണ്. അതുവരെ പുരോഗമനാശയങ്ങളെയെല്ലാം അപവാദം കൊണ്ടും നിന്ന കൊണ്ടും മൂടിയിരുന്ന പഴഞ്ചൻ പ്രസ്ഥാനങ്ങൾ ഒരു സ്വാഭാവിക മരണത്തിൽ ചെന്ന് കലാശിച്ചു. എപ്പോൾ വള്ളത്തോൾ ഈ രീതിയിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ അവരുടെ മറ്റേ ഒരു അടിയൊക്കെ താനേ അവസാനിച്ചു. വെൺമണി പ്രസ്ഥാനത്തിൻ്റെയും തെക്കൻ കളരുടെയും പഴയ നിയമത്തിൻ്റെ ഉരാക്കുരുക്കുകളൊക്കെ പൊട്ടിച്ച് പുതിയൊരു പ്രസ്ഥാനം മലയാള സാഹിത്യ നഭസിൽ ചിറകടിച്ചു പറന്നു. നാലപ്പാടിനെ നിന്ദിച്ചവർക്കോ ആശാനെ പരിഹസിച്ചവർക്കോ വള്ളത്തോളിനെ നിന്ദിക്കാൻ കഴിയുമായിരുന്നില്ല. ആ പൊസിഷനിലാണ് വള്ളത്തോൾ നിന്നിരുന്നത്. ക്ലാസിക്കൽ പ്രസ്ഥാനത്തിൽ നേരത്തെ ലബ്ധപ്രതിഷ്ഠനായ അദ്ദേഹത്തെ അവരെങ്ങനെ നിന്ദിക്കും? വള്ളത്തോൾ ഹ്യൂഗോയുടെ കാൽപ്പനികത ഉൾക്കൊണ്ടപ്പോൾ മലയാളികളായ ചെറുപ്പക്കാരിൽ ഒരു വിഭാഗം അദ്ദേഹത്തിൻ്റെ റിയലിസം ഉൾക്കൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവരിൽ പ്രമുഖനായിരുന്നു EMS നമ്പൂതിരിപ്പാട്.